നമസ്കാരം, ഏവർക്കും ഉത്തരായിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാട്. നമ്മളിന്ന് വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. വ്യാഴം ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വ്യാഴം അഥവാ ഗുരു രാശി മാറുന്നത് 14/5/2025 ആ വ്യാഴത്തിൻ്റെ മിഥുനം രാശിയിൽ നിൽക്കുന്ന ഫലം പരിപൂർണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അത് 2/6/2026 കാലഘട്ടം വരെ ആ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ഫലമാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. കാരണം ഒരു രാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഒരു വർഷക്കാലമാണ്. ഏകദേശം ചെറിയ വ്യത്യാസമാണെന്നുണ്ടോ. എന്നാൽ ഈ പ്രാവശ്യത്തെ വ്യാഴമാറ്റത്തിൽ ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്ന വ്യാഴം ഈ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കേണ്ട കാലം ഏകദേശം 5-5.5 മാസം കൊണ്ട് സഞ്ചരിച്ച് കർക്കിടകത്തിലേക്ക് രാശി ഒരു പ്രാവശ്യം മാറുന്നുണ്ട്. ആ കർക്കിടകത്തിൽ പോയതിനു ശേഷം അവിടെ നിന്ന് വീണ്ടും വക്രഗതി അഥവാ റിട്രോഗ്രേഡ് സഞ്ചരിച്ച് വീണ്ടും മിഥുനം രാശിയിലേക്ക് തിരികെ വരികയും ചെയ്യും. അപ്പോൾ ഈ ഒരു വർഷം കൊണ്ട് സഞ്ചരിക്കേണ്ട വ്യാഴം 5-6 മാസം കൊണ്ട് ഒരു രാശി കടക്കുന്നത് വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് അതിചാരം. വ്യാഴത്തിൻ്റെ അതിചാര സ്ഥിതി പൊതുവെ ദോഷപ്രദമായിരിക്കും. 14/5/2025 മുതൽ 18/10/2025 വരെയാണ് മിഥുനം രാശിയിൽ. ആ മിഥുനം രാശിയിൽ നിന്നും വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അത് കർക്കിടകത്തിലേക്ക് വരുന്നത്. അങ്ങനെ മിഥുനം രാശി കടക്കുന്ന 18/10/2025 മുതൽ 5/12/2025 വരെ അത് കർക്കിടക രാശിയിലായിരിക്കും. അവിടെ നിന്ന് കർക്കിടക രാശിയിൽ നിന്നും പിന്നിലേക്ക് സഞ്ചരിച്ച് 2/6/2026 വരെ അത് മിഥുനം രാശിയിലുമായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് 14/5/2025 മുതൽ 2/6/2026 വരെയുള്ള ഫലമാണ് ഈ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തെക്കുറിച്ച് ഈ പ്രാവശ്യം നമ്മൾ പറഞ്ഞു പോകേണ്ടത്. അതിചാരത്താൽ വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ട് മറ്റൊരു രാശിയിലേക്ക് പ്രവേശിച്ചാലോ അല്ലെങ്കിൽ വക്രഗതി വന്ന് പിന്നിലെ രാശിയിലേക്ക് സഞ്ചരിച്ചാലോ ആ നിൽക്കുന്ന വ്യാഴം ആദ്യം നിൽക്കുന്ന രാശിയുടെ ഫലം മാത്രമാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. അപ്രകാരമാണ് പ്രമാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ദോഷം ആർക്കായിരിക്കും എന്ന് നമുക്ക് ആദ്യം സൂചിപ്പിക്കാം. അതിനുശേഷം ഈ വ്യാഴം ഏറ്റവും നല്ലത് ഏതൊക്കെ രാശിക്കാർക്കായിരിക്കും എന്ന് നമുക്ക് പറഞ്ഞു പോകാം. അതിനുശേഷം ഈ വ്യാഴം മധ്യമമായിട്ട് ഗുണദോഷങ്ങളൊക്കെ സംഭവിപ്പിക്കുന്ന രാശികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടു പോകാം. ആദ്യം ഇപ്പോൾ സഞ്ചരിക്കുന്ന ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് വ്യാഴം മാറുമ്പോൾ അവർക്ക് ഈ വ്യാഴം 1-ലായിരിക്കും സഞ്ചരിക്കുക. വ്യാഴം ചാരവശാൽ 1-ലോ 4-ലോ 10-ലോ സഞ്ചരിച്ചാൽ, ചാരവശാൽ ഗ്രഹനിലയിലല്ല, ഗ്രഹനിലയിൽ ഈ 1, 4, 10 വളരെ ഉത്തമമായിരിക്കും. എന്നാൽ ചാരവശാൽ 1, 4, 10 ഈ ഭാവങ്ങളിൽ ഈ രാശികളിൽ വ്യാഴം വരുമ്പോൾ അവർക്ക് അതീവ ക്ലേശപ്രദമായിരിക്കും. മിഥുനക്കൂറുകാരായിട്ടുള്ള മകയിരം 3-ാം പാദം 4-ാം പാദം എന്നിവർക്കും, തിരുവാതിര നക്ഷത്രക്കാർക്കും, പുണർദം 1, 2, 3 എന്നീ 2.25 നക്ഷത്രക്കാർക്കും, മീനക്കൂറുകാരായിട്ടുള്ള പൂരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്നീ 2.25 നക്ഷത്രക്കാർക്കും, കന്നിക്കൂറുകാരായിട്ടുള്ള ഉത്ര നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1-ാം പാദം 2-ാം പാദം എന്നീ 2.25 നക്ഷത്രക്കാർക്കുമാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ക്ലേശപ്രദമായി വരാനുള്ള സാധ്യത കൂടുതൽ. അവർക്ക് ശനിയും കൂടി വളരെ ദോഷപ്രദമായിരിക്കും. അത് നമുക്കൊന്ന് പരിശോധിക്കാം. മിഥുനക്കൂറുകാർക്ക് ഇപ്പോഴത്തെ ശനി രാശിമാറ്റം കൊണ്ട് അത് 10-ൽ കണ്ടകശനി ആയിരിക്കും. മീനക്കൂറുകാരായിട്ടുള്ളവർക്ക് ജന്മശനി കാലമായിരിക്കും. 4 വ്യാഴമാണ്, ജന്മശനി കാലമായിരിക്കും. കന്നിക്കൂറുകാർക്ക് വ്യാഴം ചാരവശാൽ 10-ലായിരിക്കും, അവർക്ക് 7-ൽ കണ്ടകശനിയുമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 കൂറുകാർക്കും വളരെയേറെ ദോഷങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു കാലഘട്ടമായിരിക്കും. അവർക്ക് ദശയോ അപഹാരകാലമോ ഒക്കെ അനുകൂലമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാഠിന്യം നമുക്ക് ദോഷം കുറവായിട്ട് വരാനാണ് സാധ്യത. അപ്പോൾ ദശാപഹാരകാലം അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഇവർക്ക് ഏറ്റവും കുറഞ്ഞ ദോഷമായിരിക്കും സംഭവിക്കുക. അപ്പോൾ ഈ ദോഷപ്രദമായി വ്യാഴം സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാർക്കും
മീനക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും ശനിദോഷം കൂടി ഉള്ളതുകൊണ്ട് അവർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോഴുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് വളരെ ദോഷപ്രദമായിട്ട് ഉപയോഗിക്കുന്നതാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ 3 കൂറുകാരും 14/5/2025 മുതൽ 2/6/2026 വരെയുള്ള കാലഘട്ടത്തിൽ അവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമോ ശിവക്ഷേത്രത്തിൽ ആയുഷ്യ സൂക്ത പുഷ്പാഞ്ജലിയോ അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ അതുമല്ലെങ്കിൽ കർഗഹോമമോ ഒപ്പം വൈഷ്ണവ പ്രീതി കർമ്മങ്ങൾ കൂടി ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഉപദേശിച്ചുകൊള്ളുന്നു. ഇനി ഏറ്റവും ഏറ്റവും ഗുണപ്രദമായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെ കൂറുകാരാണ് നമുക്കത് പരിശോധിക്കാം. അത് ഇടവക്കൂറുകാരായിട്ടുള്ള കാർത്തിക നക്ഷത്രം 2-ാം പാദം 3-ാം പാദം 4-ാം പാദം എന്നിവർക്കും രോഹിണി നക്ഷത്രക്കാർക്കും മകയിരം 1-ാം പാദം 2-ാം പാദം എന്നീ 2.25 നക്ഷത്രക്കാരായിട്ടുള്ള ഇടവക്കൂറുകാർക്കാണ് ഈ വ്യാഴം കൊണ്ട് ഈ വ്യാഴമാറ്റം ഏറ്റവും ഗുണപ്രദമായിട്ട് ഭവിക്കുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ കൂറുകാർ ഏറ്റവും ഗുണപ്രദമായിട്ട് വരുന്നത് കുംഭക്കൂറാണ്. ഈ കുംഭക്കൂറുകാർക്ക് വ്യാഴം 5-ലേക്കായിരിക്കും മാറുക. അപ്പോൾ കുംഭക്കൂർ എന്ന് പറയുന്നത് അവിട്ട നക്ഷത്രം 3-ാം പാദം 4-ാം പാദം, ചതയം, പൂരുരുട്ടാതി 1-ാം പാദം 2-ാം പാദം 3-ാം പാദം എന്നീ 2.25 നക്ഷത്രക്കാരായിട്ടുള്ള കുംഭക്കൂറുകാർക്കും ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും ഗുണപ്രദമായിരിക്കും. മറ്റൊന്ന് ധനിക്കൂറുകാരാണ്. ധനിക്കൂറുകാരെന്ന് പറഞ്ഞാൽ മൂലം നക്ഷത്രം, പൂരാട നക്ഷത്രം, ഉത്രാട നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നീ 2.25 നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള ധനിക്കൂറുകാർക്കും വ്യാഴം 7-ലാണ്. അവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും. മറ്റ് അടുത്ത രാശി ഏറ്റവും ഗുണപ്രദമായിട്ട് വന്നിരിക്കുന്നത് വ്യാഴം 9-ലേക്ക് ചാരവശാൽ സഞ്ചരിക്കുന്ന തുലാക്കൂറുകാരാണ്. ചിത്ര നക്ഷത്രം 3-ാം പാദം 4-ാം പാദം, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ ചേർന്നിട്ടുള്ള തുലാക്കൂറുകാർക്ക് വ്യാഴം 9-ലാണ് ഏറ്റവും ഉത്തമമായിരിക്കും. മറ്റൊന്ന് ചിങ്ങക്കൂറുകാരാണ്. ചിങ്ങക്കൂറുകാർക്ക് വ്യാഴം ചാരവശാൽ 11-ലാണ് സഞ്ചരിക്കുന്നത്. 11-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ആ 11-ൽ വ്യാഴം സഞ്ചരിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമായിരിക്കും ഈ വ്യാഴം. അത് മകർ നക്ഷത്രം, പൂര നക്ഷത്രം, ഉത്തര നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്നീ 2.25 നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും ഗുണപ്രദമായിരിക്കും. ഇനി മധ്യമമായിട്ട് നിൽക്കുന്ന, അതായത് ഗുണദോഷ സമ്മിശ്രമായിട്ട് വരാവുന്ന ചില രാശികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അത് വ്യാഴം 3-ലേക്ക് മാറുന്ന മേടക്കൂറുകാർക്കാണ്. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക 1-ാം പാദം എന്നീ 2.25 നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള മേടക്കൂറുകാർക്കാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് സംഭവിക്കുന്നത്. അവർക്ക് ദോഷമാണ്, എന്നാൽ അവർക്ക് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ മകരക്കൂറാണ്. മകരക്കൂറിന് 6-ലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 6-ലേക്കാണ് ചാരവശാൽ വ്യാഴം മാറുന്നത്. അവർക്ക് ഈ മകരക്കൂർ എന്ന് പറയുന്നത് ഉത്രാട നക്ഷത്രം 2-ാം പാദം 3-ാം പാദം 4-ാം പാദം, തിരുവോണ നക്ഷത്രം, അവിട്ടം 1, 2 എന്നീ 2.25 നക്ഷത്രക്കാർ ചേർന്നുള്ള മകരക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം 6-ലേക്കാണ്. ശത്രുദോഷങ്ങൾ ഉണ്ടാകാം, ആശുപത്രിവാസം ഉണ്ടാകാം, എന്നാൽ അവർക്ക് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അതീവ ദോഷപ്രദമെന്ന് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറുകാർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവേ ക്ലേശപ്രദം തന്നെയാണ്. ആശുപത്രിവാസം ഉണ്ടാകാം, ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ അപമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അവർക്കും ശുഭകർമ്മങ്ങൾ, വിവാഹ നിശ്ചയം, പുതിയ വസ്തുവകകളൊക്കെ അധീനതയിൽ വരുന്നതിന് വേണ്ടിയുള്ള കാലങ്ങളൊക്കെ അങ്ങനെ സംഭവിക്കാവുന്നതാണ്. അത് വൃശ്ചികക്കൂർ എന്ന് പറയുന്നത് വിശാഖ നക്ഷത്രം 4-ാം പാദം, അനിഴം, തൃക്കട്ട എന്നീ 2.25 നക്ഷത്രക്കാർ ചേർന്നതാണ് വൃശ്ചികക്കൂർ. അടുത്തത് കർക്കിടക്കൂറാണ്. കർക്കിടക്കൂറുകാർക്ക് വ്യാഴം 12-ലാണ്. അത് പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 2.25 നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള കർക്കിടക്കൂറുകാർക്ക് വ്യാഴം 12-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 12-ൽ വ്യാഴം സഞ്ചരിക്കുന്നത് പൊതുവെ ധനച്ചിലവ് ഉണ്ടാക്കുന്നതായിരിക്കും. അവർക്ക് പണം കയ്യിൽ നിന്ന് പോകുന്ന നിരവധി കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അവർക്ക് ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ 12-ൽ വ്യാഴം സഞ്ചരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തിയാണ്. മോക്ഷപ്രാപ്തി എന്ന് പറഞ്ഞാൽ കേസുകൾ, വഴക്കുകൾ ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു വിടുതലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോടതി ജാമ്യം കിട്ടുന്ന ഒരു ചില കേസുകളൊക്കെ ഉണ്ടാകാൻ ഈ 12-ലെ വ്യാഴത്തിന് 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലത്ത് ജയിൽവാസമുള്ളവർക്ക് പുറത്തിറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും. കോടതി വ്യവഹാരം നടക്കുന്നവർക്ക് കോടതിയിലെ കേസുകളൊക്കെ ഒഴിവാൻ സാധ്യത ഉണ്ടാകും. ദാമ്പത്യ ക്ലേശം രൂക്ഷമായി നിൽക്കുന്ന ആൾക്കാർക്ക്, ഡൈവേഴ്സ് പോലുള്ള കേസുകൾ നടത്തുന്നവർക്ക് അതിൽ നിന്നൊരു വിടുതലൊക്കെ കിട്ടുന്നതാണ്. അതായത് ബന്ധം ഉപേക്ഷിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള വിധിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും പുറത്തു പോകാനുള്ള ഒരു സാധ്യതയാണ് ഈ 12-ലെ വ്യാഴം എന്ന് പറയുന്നത്. ഈ വ്യാഴത്തിന് മൗഢ്യം സംഭവിക്കുന്ന ഒരു കാലം 9/6/2025 അഥവാ ഇടവം 26,
5:42 വൈകിട്ട് മുതൽ 10/7/2025 മിഥുനം 25 അതിപുലർച്ചെ 12:18 AM മുതൽ AM വരെയുള്ള സമയം. ഇത്തരം സമയമാണ് വ്യാഴത്തിന് മൗഢ്യമുള്ളത്. ഈ രാശിമാറ്റത്തിൽ വ്യാഴത്തിന് മൗഢ്യമുള്ളത്. ഈ പറയുന്ന കാലം 9/6/25 സന്ധ്യയ്ക്ക് വൈകിട്ട് 5:42 മുതൽ 10/7/2025 അഥവാ ഇടവം 26 മുതൽ മിഥുനം 25 വരെയുള്ള, അല്ലെങ്കിൽ ഇടവമാസം 26-ാം തീയതി വൈകിട്ട് 5:42 മുതൽ മിഥുന മാസം 25-ാം തീയതി ഏർലി മോർണിംഗ് 12:18 AM വരെയുള്ള സമയത്ത് വിവാഹ മുഹൂർത്തമില്ല എന്ന് തന്നെ പറയുന്നതാണ് ശരി. അതായത് വ്യാഴമൗഢ്യമുള്ള കാലത്ത് ഉത്തമനായ ഒരു ജ്യോതിഷിയെ വിവാഹ മുഹൂർത്തം എടുത്ത് കൊടുക്കുന്നതല്ല. അത് ആ സമയത്ത് വേറെ ആരെങ്കിലും മുഹൂർത്തം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തക്കതായ ദോഷപരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ അവരോട് തന്നെ ചോദിച്ചതിന് ശേഷം നിങ്ങൾ പരിഹാരം ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് മുന്നോട്ട് നീങ്ങാം. സാധാരണ 777 കിലോമീറ്റർ പെർ മിനിറ്റാണ് വ്യാഴത്തിൻ്റെ ശരാശരി സഞ്ചാരവേഗം. അത് ഭൂമിയുടെ അടുത്ത് വരുന്നതായിക്കോട്ടെ ഭൂമിയിൽ നിന്ന് അകലുന്നതായിക്കോട്ടെ അപ്രകാരമുള്ള വേഗമാണ് ശരാശരി വേഗം. എന്നാൽ അതിചാരം എന്ന് പറയുന്നത് വളരെ വേഗമായിരിക്കും സംഭവിക്കുന്നത്. അതിചാരം എന്ന് പറയുന്നത് വ്യാഴഗ്രഹത്തിന് അല്ലെങ്കിൽ മറ്റേത് ഗ്രഹത്തിനാണെങ്കിലും അതിചാരം വളരെ വേഗത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ഈ പ്രാവശ്യം ഏകദേശം 1650 കിലോമീറ്റർ പെർ മിനിറ്റിൽ കൂടുതൽ വേഗതയിലാണ് ഈ അതിചാരം സംഭവിച്ചുകൊണ്ട് ഈ വ്യാഴഗ്രഹം മിഥുനൻ രാശി മറികടന്ന് കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ജ്യോതിഷ ചിന്ത നടത്തിയ കൂട്ടത്തിൽ നമ്മളത് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. വ്യാഴഗ്രഹത്തിന് 1200 കിലോമീറ്റർ പെർ മിനിറ്റിൽ കൂടുതൽ വേഗം വരികയും അതോടൊപ്പം ശനിയുടെ ദൃഷ്ടി വരികയോ അല്ലെങ്കിൽ ശനിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിൽ എവിടെയെങ്കിലും വ്യാഴം നിൽക്കുകയോ അതേപോലെ തന്നെ വ്യാഴം നിൽക്കുന്നത് അന്ത്യദ്രേക്കാണത്തിലൊക്കെ ആണെങ്കിൽ ആ നിൽക്കുന്ന രാശിയുടെ അന്ത്യദ്രേക്കാണത്തിലൊക്കെയാണ് വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗാദി ക്ലേശങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ കോവിഡ് കാലത്തെ ഒരു അവലോകനത്തിൽ നമ്മൾ പ്രതിപാദിച്ചിട്ടുള്ളതാണ്. ഈ പ്രാവശ്യം വ്യാഴം അതിചാരത്തെ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ വ്യാഴഗ്രഹത്തിന് വളരെ വേഗം കൂടുതലാണ്. ആ വ്യാഴത്തിന് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ശനിഗ്രഹം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലാണ്. അങ്ങനെ ഒരു ബന്ധം കൂടിയുണ്ട്. അതിനേക്കാൾ 20/7/2025 മുതൽ 3/8/2025 വരെ സൂര്യൻ നിൽക്കുന്നത് പൂയം നക്ഷത്രത്തിലും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത വളരെ വളരെ കൂടുതലാണ്. അത് ജ്യോതിഷ വിശ്വാസികളും ജ്യോതിഷ പണ്ഡിതരും ഒക്കെ ചേർന്നുകൊണ്ട് അതിനുള്ള ദോഷപരിഹാര കാര്യങ്ങളൊക്കെ അവലോകനം ചെയ്യണമെന്നും ഏതൊക്കെ തരത്തിലുള്ള മുൻകരുതലെടുക്കണമെന്നൊക്കെ അവർ ആലോചിച്ച് തീരുമാനിക്കണമെന്ന് ഞങ്ങളും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ വ്യാഴം മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്നത് അതിവേഗത്തിലായതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾക്കും ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള അല്ലെങ്കിൽ രോഗങ്ങൾക്കോ ഒക്കെ സാധ്യത ഉള്ളതുകൊണ്ട് അതിന് കൃത്യമായ ദോഷപരിഹാര കർമ്മങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ജ്യോതിഷ വിശ്വാസികളും എല്ലാ വിശ്വാസികളും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും പറയുകയാണ്. വ്യാഴം രാശി മാറുന്ന 14/5/2025 മുതൽ ഈ അതിചാരത്തിൽ സഞ്ചരിക്കുന്ന 18/10/2025 വരെയുള്ള ഒരു കാലഘട്ടം വരെയും തീർച്ചയായും എല്ലാ വ്യാഴാഴ്ചകളിലും പ്രത്യേകമായിട്ടുള്ള വ്യാഴഗ്രഹപ്രീതിയോ അല്ലെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു പ്രീതി പോലുള്ള കർമ്മങ്ങളോ നിങ്ങൾ അനുഷ്ഠിക്കണമെന്ന് അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ നമസ്കാര മന്ത്രങ്ങൾ ശാന്തി മന്ത്രങ്ങളൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകമായി ജപിക്കണമെന്നും ലോകത്തിന് ശാന്തി വരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണെന്നും ഒരിക്കൽ കൂടി എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അല്ലെങ്കിൽ വ്യാഴം ജന്മരാശിയെ സഞ്ചരിക്കുന്ന മിഥുനക്കൂറുകാർക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ ഈ ഒരു വർഷക്കാലം അവർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകളൊക്കെ ചെയ്യാം. ഉദാഹരണം പറയാനാണെങ്കിൽ ഈ മിഥുനക്കൂറുകാരായിട്ടുള്ള ആളുകൾ കോൺട്രാക്റ്റ് വർക്കാണ് ചെയ്യുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ആ കോൺട്രാക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വർക്കുകളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. എന്നാൽ ഈ കോൺട്രാക്റ്റ് വർക്ക് തൽക്കാലം ഞാൻ അവസാനിപ്പിച്ചതിന് ശേഷം ഞാനൊരു ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നു അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞു വരുന്നത്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് ഒരു പ്രശ്നമില്ലാത്തതാണ്. എന്നാൽ ആ ചെയ്യുന്ന ജോലി മതിയാക്കിയിട്ട് മറ്റൊരു ജോലിക്ക് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ ക്ലേശപ്രദമായിട്ട് അവസാനിക്കും. അതുകൊണ്ട് ആ ഒരു പരിപാടിക്ക് നിൽക്കാതെ
ചെയ്യുന്ന ജോലി ഈ ഒരു വർഷക്കാലം സന്തോഷമായിട്ട് ചെയ്യുക, അതിനുള്ള പ്രതിഫലം മേടിച്ച് നിങ്ങൾ ജീവിക്കുക എന്നാണ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവർ വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ഏത് സമയത്ത് വാഹനം എടുത്താലും ഒരു ഈശ്വരചിന്ത വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ വാഹനം എടുക്കേണ്ടതാണ്, കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം എല്ലിനോ പല്ലിനോ ക്ഷതമുണ്ടാകാം, വാഹന സംബന്ധമായിട്ട് ഗുരുതരമായിട്ടുള്ള ദോഷങ്ങളൊക്കെ സംഭവിക്കാവുന്നതാണ്. ദശാപഹാരകാലം കൂടി മോശമായിട്ട് വരികയാണെങ്കിൽ വളരെ അത് കൃത്യമായിട്ട് തന്നെ ഭവിക്കുന്നതാണ്, ശ്രദ്ധിക്കണം. ഈ വ്യാഴം ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ കൂറുകാർക്കും ഓരോ നക്ഷത്രത്തിനും എപ്രകാരമാണ് അവർക്ക് ഈ ഒരു വർഷക്കാലത്തെ വ്യാഴത്തിൻ്റെ ചാരവശാലുള്ള ഫലത്തിൽ വരിക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായിട്ട് മേടക്കൂറാണ്. അശ്വതി, ഭരണി, കാർത്തിക, 1-ാം പാദം എന്നീ 2 നക്ഷത്രക്കാർക്ക് അതായത് മേടക്കൂറുകാർക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് 3-ലാണ്. ഈ പൊതുവെ ഒരു പറച്ചിലുണ്ട്, 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്ന്. 3-ലെ വ്യാഴം മുറവിളി കൂട്ടുക എന്ന് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ളവയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി, മിന്നൽ, വെള്ളപ്പൊക്കം, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങളുടെ കൂട്ടത്തിലൊക്കെ വരാൻ സാധ്യത ഉള്ളത്. അപ്പോൾ അവിടെ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ സംഭവിക്കാവുന്നതാണ്. അവർക്ക് കുടുംബത്തിൽ നിന്നും അപമാനം സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ അവരുടെ കുടുംബത്ത്, അവർ താമസിക്കുന്ന വീട്ടിലോ അല്ലെങ്കിൽ അവർക്ക് തന്നെയോ ഏതെങ്കിലും തരത്തിലുള്ള ശുഭകർമ്മങ്ങൾ സംഭവിക്കാവുന്നതാണ്. ശുഭകർമ്മങ്ങൾ ഉദ്ദേശിക്കുന്നത് വിവാഹ നിശ്ചയം ഉണ്ടാകാം, വിവാഹം നടക്കാം, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ആലോചനകളൊക്കെ സെറ്റാകുന്നതാണ്. ശുഭകർമ്മങ്ങൾ കൂടി സംഭവിക്കാവുന്നതാണ്. പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉന്നത വിജയം ഉണ്ടാകും, അതിനൊന്നും ഒരു പ്രശ്നമുള്ളതല്ല, അതൊക്കെ സംഭവിക്കുന്നതാണ്. അത് 3-ലെ വ്യാഴം അതീവ ദോഷപ്രദമല്ല, എന്നാൽ കുറേ ദോഷമാണ്. ശുഭകർമ്മം കൂടി സംഭവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് 3-ലെ വ്യാഴം മുറവിളി കൂട്ടുമെന്നൊരു വഴിക്ക് പറയുന്നെങ്കിലും ശുഭകർമ്മം കൂടി സംഭവിക്കും എന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത്. അടുത്തത് ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് വ്യാഴം 2-ലാണ്. അവരുടെ സംഭാഷണങ്ങളൊക്കെ ഉത്തമമാവും. കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പിൽ ഭയങ്കര ക്ലേശപ്രദമായിരുന്നു. ആ ഒരു അസ്വസ്ഥയെല്ലാം മാറിയിട്ട് അവരുടെ സംസാരമൊക്കെ നല്ല മൈൽഡായിട്ട് സംഭാഷണങ്ങളൊക്കെ ആയിരിക്കും. അവർക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിലൊക്കെ നല്ല ഉന്നത വിജയം ഉണ്ടാകുന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതാണ്. അവർ പ്രത്യേകിച്ച് പരിഹാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഈ ഏറ്റവും ഉത്തമമായിട്ട് നിൽക്കുന്നവർക്ക് ശനിദോഷം പോലും അവർക്ക് സംഭവിക്കുന്ന ഒരു കാലഘട്ടമല്ല. കാരണം ശനി അവർക്ക് 11-ലാണ്, ഏറ്റവും ഉത്തമമാണ്. വ്യാഴം അവർക്ക് 2-ലാണ്, ഏറ്റവും ഉത്തമമാണ്. പ്രത്യേകിച്ച് ദോഷപരിഹാരം ചെയ്യേണ്ടതില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് വ്യാഴപ്രീതി വരുത്താം. അവർക്ക് ശനി ദോഷങ്ങളുള്ളതുകൊണ്ട് വ്യാഴപ്രീതിയും ശനീശ്വര പ്രീതിയും ചെയ്യാവുന്നതാണ്. ശാസ്താവിന് നീരാജനം അല്ലെങ്കിൽ ഭാഗ്യസൂക്താർച്ചന, നെയ്വിളക്ക്, പുഷ്പാഞ്ജലി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണ് ചെയ്യാവുന്നതാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാരാജഗോപാലം അല്ലെങ്കിൽ ജോലി അന്വേഷിക്കുന്നവർക്ക് രാജഗോപാല അർച്ചന അല്ലെങ്കിൽ സുദർശന മന്ത്ര അർച്ചന ഒക്കെ ചെയ്യാവുന്നതാണ്. ഇവർ ഇടവക്കൂറുകാർക്ക് പ്രത്യേകിച്ച് ദോഷപരിഹാരം ഒന്നും ചെയ്യേണ്ടതില്ല. മിഥുനക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവർക്ക് ജന്മരാശിയിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അവർക്ക് 10-ൽ കണ്ടകശനിയാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ശിവക്ഷേത്രത്തിൽ ആയുഷ്യ സൂക്ത പുഷ്പാഞ്ജലി അഥവാ ആയുർ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മൃത്യുഞ്ജയ അർച്ചന ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യാവുന്നതാണ്. നക്ഷത്ര ദിവസങ്ങളിൽ ഈ ഒരു വർഷക്കാലം തീർച്ചയായിട്ടും നിങ്ങൾ പരിഹാരം ചെയ്യേണ്ടതാണ്. ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അസമയത്തുള്ള യാത്രയൊക്കെ നിങ്ങൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. അതൊക്കെ അസമയത്തുള്ള യാത്ര, അന്യ ഭവന സന്ദർശനം, ഇതൊക്കെ നമുക്ക് വലിയ തലവേദനയിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് എപ്പോഴും അതൊക്കെ നമ്മൾ ശ്രദ്ധയോടുകൂടി തന്നെ ജീവിച്ചു പോകണമെന്ന് ഒരിക്കൽ കൂടി മിഥുനക്കൂറുകാരോട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി കർക്കിടക്കൂറുകാർ എന്ന് പറഞ്ഞാൽ പുണർതം, 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 2 നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള കർക്കിടക്കൂറുകാർക്ക് വ്യാഴം 12-ലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യമാണ്. 12-ൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അവർക്ക് ശുഭകർമ്മം കൂടി സംഭവിക്കാവുന്നതാണ്. എന്നാൽ ധനച്ചെലവ് നല്ല കൂടുതലായിട്ടുണ്ടാകും, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് ശുഭകർമ്മങ്ങൾക്ക് വേണ്ടിയൊക്കെ നല്ല പൈസ ചിലവാകാൻ സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനത്തിന് വേണ്ടി പോകാം. അങ്ങനെയൊക്കെ പോകുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ നിന്നായിരിക്കും കൂടുതൽ പണം ചിലവാകുന്നത്. അവർക്ക് കോടതി വ്യവഹാരങ്ങളൊക്കെ, ഇപ്പോൾ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും കേസ് വഴക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമാകുന്നതാണ്. കാരണം അത് മോക്ഷം കൊടുക്കുന്ന ഒരു ഭാഗം കൂടിയാണ് 12-ൽ വ്യാഴം എന്ന് പറയുന്നത്. അപ്പോൾ അത് കുറേ ദോഷമാണ്, എന്നാൽ ചെറിയ ഗുണം കൂടി അവർക്ക് കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഈ ഒരു വർഷക്കാലത്ത് തീർച്ചയായിട്ടും അവർക്ക് ഉണ്ടാകുന്നതാണ്. അടുത്ത ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിന് വ്യാഴം ഏറ്റവും ഉത്തമത്തിലാണ് സഞ്ചരിക്കുന്നത്, 11-ലാണ്. 11-ൽ വ്യാഴത്തിന് കൊടുത്തു വെക്കേണ്ട എന്നാണ് പറയുന്നത്. പരീക്ഷാ വിജയം, വിദേശമായിട്ട് ബന്ധപ്പെട്ട ഉന്നതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് സംഭവിക്കുന്നതാണ്. അത് യാതൊരു പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നും ഉണ്ടാകുന്നതല്ല. ഏറ്റവും ഉത്തമത്തിൽ കാര്യങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. അവർക്ക് 8-ാം ഭാവത്തിലാണ്, അഷ്ടമശനിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാശി ചിങ്ങക്കൂറുകാർക്ക് ഇനി ഈ ശനി രാശി മാറ്റം വരുമ്പോൾ അവർക്ക് അഷ്ടമത്തിലേക്കായിരിക്കും ശനി മാറുക.
അപ്പോൾ ആ അഷ്ടമത്തിൽ ശനി മാറുന്നത് കൊണ്ട് അതിൻ്റെ ശനീശ്വര പ്രീതി മാത്രം വരുത്തിയാൽ മതിയാകും. അവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ ശാസ്താവിന് നീരാജനം, ഭാഗ്യസൂതാർച്ചന, നെയ്വിളക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അതുപോലെ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അവർക്ക് ശനീശ്വരൻ്റെ വലിയ മന്ത്രം ജപിക്കാൻ അറിയാമെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ചെറിയ മന്ത്രങ്ങൾ മതിയെന്നുണ്ടെങ്കിൽ നമ്മുടെ uttara.in വെബ്സൈറ്റിൽ കിടപ്പുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മന്ത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ജപിക്കാവുന്നതാണ്. അവർക്ക് വ്യാഴപ്രീതി കർമ്മങ്ങളൊന്നും ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ടതില്ല. അവർക്ക് ഏറ്റവും ഉത്തമമായ കാലഘട്ടമാണ്. ചെയ്യാനുള്ള കർമ്മങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയാക്കാവുന്നതാണ്. പുതിയ സംരംഭം ആരംഭിക്കാം, പുതിയ വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാം, വിദേശത്തേക്ക് പോകാനുള്ള ആളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ യോഗമുള്ള ജാതകമാണെന്ന് കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും അതുകൂടെ ശ്രമിക്കാവുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അടുത്തത് കന്നിക്കൂറാണ്. കന്നിക്കൂറുകാർക്ക് നിലവിൽ വ്യാഴം 9-ലായിരുന്നു, 6 ശനിയായിരുന്നു. അതൊക്കെ മാറി അവരുടെ ആ ഒരു പുഷ്കര ടൈമൊക്കെ മാറിയിട്ട് ഇനിയിപ്പോൾ അവർക്ക് 10 വ്യാഴവും 7 കണ്ടകശനി വരുന്ന കാലഘട്ടമായിരിക്കും. അത് സ്ഥാനചലനം ഉറപ്പായിട്ടും ഉണ്ടാകും തന്നെ പറയേണ്ടതാണ്. നിൽക്കുന്ന സ്ഥലത്ത് നിന്നും മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 7 കണ്ടകശനിയാണ്. അതുകൊണ്ട് 7 കണ്ടകശനി വരുന്ന സമയത്തൊക്കെ മിക്ക സമയങ്ങളിലും ടെൻഷനുള്ള ജോലികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. വീട് വിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. 10-ാം ഭാവത്തിൽ വ്യാഴം വന്ന് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് കർമ്മ തടസ്സം ഉണ്ടാകും. കർമ്മ തടസ്സം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ 7 കണ്ടകശനിയും കൂടി വരുന്നത് കൊണ്ട് അവർക്ക് ഇപ്പോഴുള്ള ജോലി തീർച്ചയായിട്ടും മാറി പുതിയൊരു ജോലിയിലേക്കുള്ള പ്രവേശിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി തന്നെ സ്ഥാനചലനം ഉണ്ടാകും. സാധ്യത വളരെ കൂടുതലാണ്. ശ്രദ്ധിക്കേണ്ടതാണ്. 7 കണ്ടകശനിയും 10-ൽ വ്യാഴവും ഉള്ളതുകൊണ്ട് ശിവപ്രീതി കർമ്മങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതാണ്. അതുകൂടാതെ ശനീശ്വര പ്രീതി ചെയ്യാം, വ്യാഴപ്രീതി ചെയ്യാവുന്നതാണ്. വ്യാഴത്തിന് വേണ്ടിയിട്ട് സുദർശന മന്ത്രാർച്ചന ചെയ്യാവുന്നതാണ്, രാജഗോപാലം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വിംശത്യക്ഷര ഗോപാലാർച്ചന ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യപ്രദമായിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളതൊരു വൈഷ്ണവ ക്ഷേത്രത്തിൽ പോയി അപ്രകാരം ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിലും ശാസ്താവിൻ്റെ അമ്പലത്തിൽ, അയ്യപ്പൻ്റെ അമ്പലത്തിൽ നിങ്ങൾക്ക് പരിഹാരം ചെയ്യാവുന്നതാണ്. ഈ തുലാക്കൂർ അവർക്ക് വ്യാഴം 9-ലാണ്. ചിത്ര നക്ഷത്രം 3-ാം പാദം, 4-ാം പാദം, ചോതി, വിശാഖം 1, 2, 3 എന്നീ 2 നക്ഷത്രങ്ങൾ ചേർന്നിട്ടുള്ള തുലാക്കൂറുകാർക്ക് വ്യാഴം 9-ലാണ്. അതേപോലെ തന്നെ ശനി അവർക്ക് 6-ലാണ് ഇനി വരാൻ പോകുന്നത്. അവർക്ക് ശനിദോഷങ്ങളൊന്നും ചെയ്യേണ്ട ശനിദോഷ പരിഹാരമൊന്നും ചെയ്യേണ്ടതില്ല, വ്യാഴദോഷ പരിഹാരമായിട്ടോ ചെയ്യേണ്ടതില്ല. അവർക്ക് ഏറ്റവും ഉത്തമ സ്ഥാനത്താണ് 2 സഞ്ചരിക്കുന്നത്. പ്രത്യേകിച്ച് ദോഷപരിഹാരം ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് ചെയ്യാനുള്ള കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്താണ് പൂർത്തിയാക്കാനുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്തു പോകാമെന്നൊരു കാലഘട്ടമായിരിക്കും. തൊഴിലിൽ ഉന്നതമായിട്ട് വിജയമുണ്ടാകും, സാമ്പത്തികമായിട്ട് നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകും, വീട്ടിൽ മനസ്സമാധാനത്തോടുകൂടിയുള്ള ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാം ഉത്തമമാണ്. പ്രത്യേകിച്ച് തുലാക്കൂറുകാർക്ക് ദശാവഹാര കാലം കൂടി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഏറ്റവും വലിയ ഗുണപ്രദമായിരിക്കും ഈ വ്യാഴമാറ്റവും ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്ന 28-29 സംഭവിക്കുന്ന ശനി രാശിമാറ്റവും ഈ 14/5/2025 സംഭവിക്കുന്ന വ്യാഴമാറ്റവും ഏറ്റവും ഉത്തമത്തിലായിരിക്കും. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിന് എന്ന് പറയുന്നത് വിശാഖം 4-ാം പാദം, അനിഴം, തൃക്കട്ട എന്നീ 2 നക്ഷത്രക്കാർ ചേർന്നിട്ടുള്ള വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം അഷ്ടമത്തിലാണ്. അതുപോലെ ശനി 5-ാം ഭാവത്തിലാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കുറച്ച് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കയ്യിൽ നിന്ന് പൈസയൊക്കെ ചിലവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ നിങ്ങൾ ഒരുപാട് പൈസ കളയാൻ സാധ്യതയുണ്ട്. അത് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് കുറച്ച് മേൽഗതി ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിലും നിങ്ങളുടെ കുടുംബത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ടവർക്കോ വിവാഹം നിശ്ചയം അല്ലെങ്കിൽ പുതിയ സന്താനങ്ങൾ ജനിക്കൽ അങ്ങനെയുള്ള ശുഭകർമ്മങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അത് എന്തായാലും ഒരു ശുഭവാർത്ത കൂടി നിങ്ങൾക്ക് കേൾക്കാനുള്ള സാധ്യത ഉണ്ടാകും ഈ ഒരു വർഷത്തിനുള്ളിൽ. അടുത്തത് അപ്പോൾ ഈ വൃശ്ചികക്കൂറുകാർക്ക് ശാസ്താപ്രീതി കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, വൈഷ്ണവപ്രീതി കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഭാഗ്യസൂത്താർച്ചന ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുഷ്പാഞ്ജലി ചെയ്യിക്കാവുന്നതാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ധന്വന്തിരി മന്ത്രാർച്ചന, അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ധന്വന്തിരി മന്ത്രാർച്ചന ചെയ്യാവുന്നതാണ്. മഹാദേവ ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് മൃത്യുഞ്ജാർച്ചന ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ ധനിക്കൂറുകാർക്ക് 4 കണ്ടകശനിയാണ്. പക്ഷേ അവർക്ക് വ്യാഴം ഏറ്റവും ഉത്തമത്തിൽ 7-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മഹാവിഷ്ണു പ്രീതിയൊന്നും വരുത്തേണ്ടതില്ലെങ്കിലും അവർക്ക് 4 കണ്ടകശനി നിൽക്കുന്നതിൻ്റെ ഒരു പരിഹാരം ചെയ്യേണ്ടതാണ്. ശാസ്താപ്രീതി കർമ്മം ഏറ്റവും ഉത്തമമായിരിക്കും. ശാസ്താവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രീതി കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് ഈ ധനിക്കൂറുകാർക്ക് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട്, വ്യാഴം ഏറ്റവും ഉത്തമത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് അവർക്ക് തടഞ്ഞു വയ്ക്കപ്പെട്ട കാര്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വരുന്നൊരു അവസരം ഉണ്ടാകും. അവർക്ക് കുടുംബത്ത് വലിയ പേരും പ്രശസ്തിയും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. എന്നാൽ മാതൃസ്ഥാനമൊക്കെ
വളരെ ക്ലേശപ്രദമായിരിക്കും, ശ്രദ്ധിക്കേണ്ടതാണ്. അവർക്ക് വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളും സംഭവിക്കാം. എന്തെങ്കിലും ചെറിയ വാഹന തട്ടൽ മുട്ടൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാമെന്നാണ്. മാതാവിന് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പക്ഷേ അവർക്ക് വ്യാഴം മാത്രമാണ് ഏറ്റവും ഉത്തമത്തിൽ നിൽക്കുന്നത്. അവർക്ക് 4 കണ്ടകശനിയാണ്. അതിനുള്ള പരിഹാരമാണ് ശാസ്താപ്രീതി കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഇവർക്ക് ഇപ്പോൾ ശുഭകർമ്മം നടക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ പരമാവധി നിങ്ങൾ ഈ ഒരു വർഷം കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത് മകരക്കൂറാണ്. ഉത്രാട നക്ഷത്രം 2, 3, 4 പാദങ്ങൾ, തിരുവോണ നക്ഷത്രം അവിട്ടം 1, 2 പാദങ്ങൾ ചേർന്നിട്ടുള്ള മകരക്കൂറുകാർക്ക് 6ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ശത്രുദോഷം ഉണ്ടാകും എന്ന് പറയുന്നത് തർക്കമില്ലാത്തതാണ്. ആശുപത്രി വാസം ഉണ്ടാകാം. അതുപോലെ വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും രോഗാദി ക്ലേശങ്ങൾ സംഭവിക്കുകയും ഹോസ്പിറ്റൽ വാസമൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധന്വന്തരി മന്ത്രാർച്ചന മഹാവിഷ്ണുവിൻ്റെ ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ നരസിംഹ മന്ത്രാർച്ചന ചെയ്യണം. അപ്പോൾ നരസിംഹ മന്ത്രാർച്ചന ചെയ്യുന്നത് ശത്രുദോഷത്തിന് ശമനം ഉണ്ടാകും. ഇനി നരസിംഹ മന്ത്രാർച്ചന ചെയ്യാൻ സാധിക്കാത്തവർക്ക് സുദർശന മന്ത്രാർച്ചന ചെയ്താൽ മതിയാവുന്നതാണ്. അപ്പോൾ നരസിംഹ മന്ത്രാർച്ചനയോ സുദർശന മന്ത്രാർച്ചനയോ ധന്വന്തരി മന്ത്രാർച്ചനയോ അല്ലെങ്കിൽ ഇത് 3 നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അവർക്ക് ശനി അവർക്ക് സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമത്തിലാണ്. അതുകൊണ്ട് ശനീശ്വര പ്രീതി വരുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ മകരക്കൂറുകാർക്ക് അവരുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള ശുഭകർമ്മം കൂടി സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് പരമാവധി ഈ ദശാപഹാരകാലം കൂടി അനുകൂലമായിട്ട് വരികയാണെങ്കിൽ മകരക്കൂറുകാർക്കും അത്യാവശ്യം മേൽഗതിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാലഘട്ടമായിരിക്കും. കുംഭക്കൂറിൻ്റെ ഫലം നമ്മൾ ആദ്യം പറഞ്ഞു പോയതാണ്. അവിട്ടം 3, 4 പാദങ്ങൾ, അവസാനത്തെ 3-ാം പാദം, 4-ാം പാദം, ചതയ നക്ഷത്രം, പൂരിട്ടാതി 1, 2, 3 പാദങ്ങൾ ചേർന്നിട്ടുള്ള കുംഭക്കൂറിന് നിലവിൽ ഭയങ്കര മോശമായിരുന്നു. ഇപ്പോൾ അവർക്ക് വ്യാഴം 5ലേക്ക് രാശി മാറുന്നു. ഏറ്റവും ഉത്തമമാണ്. സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ മേൽഗതി ഉണ്ടാകും. അവരുടെ സന്താനങ്ങളുടെ വിജയത്തിലൊക്കെ നമുക്ക് വളരെ സന്തോഷം ഉണ്ടാകുന്നൊരു കാലഘട്ടം തന്നെ ആയിരിക്കും. എന്നാൽ അവർക്ക് 2-ൽ ശനിയുണ്ട്, അതായത് 7ര ശനി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം ശനീശ്വര പ്രീതി നമ്മൾ ഉറപ്പായിട്ടും ചെയ്യേണ്ടതാണ്. ശാസ്താവിനുള്ള എന്തെങ്കിലും പ്രീതി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശനി ഗ്രഹദോഷം മാറി വ്യാഴത്തിൻ്റെ പരിപൂർണമായ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂർ നമ്മൾ ആദ്യം പറഞ്ഞു പോയതാണ്. അതീവ ദോഷപ്രദമായ ഒരു കൂറിൻ്റെ കൂട്ടത്തിലാണ് മീനക്കൂർ നിൽക്കുന്നത്. അത് പൂരിട്ട 4-ാം പാദം, ഉത്രട്ടാതി, രേവതി. ഇവർക്ക് ജന്മശനി കാലമാണ്. അതായത് 7ര ശനിയും കണ്ടകശനിയും കൂടി ചേർന്നിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻ കൂടിയൊരു കാലമാണ് ജന്മശനി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വ്യാഴം ചാരവശാൽ 4ലാണ്. വ്യാഴം ചാരവശാൽ 4 സഞ്ചരിക്കുന്ന സമയത്ത് വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലും അസ്കൃതിയൊക്കെ ഉണ്ടാകുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യം വാഹനം എടുക്കുമ്പോഴും നിങ്ങൾ ഭഗവാനോട് മഹാവിഷ്ണുവോടൊക്കെ ഒരു പ്രാർത്ഥന നടത്തിയതിനു ശേഷം ഓരോ പ്രാവശ്യം വണ്ടി എടുക്കണമെന്ന് പ്രത്യേകം നമ്മൾ ഉപദേശിക്കുകയാണ്. അതൊരു ശീലമാക്കി തന്നെ വയ്ക്കുക. അപ്പോൾ അവർക്ക് എല്ലിനോ പല്ലിനോ ഒരു ക്ഷതമുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലും അസ്കൃതി ഉണ്ടാകാം. ദശാപഹാരകാലം ഉത്തമമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കുന്നതല്ല. ദശാപഹാരകാലം കൂടി മോശമാണെങ്കിൽ ഇത് ഏറ്റവും മോശമായിട്ട് സംഭവിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് 12 രാശികളുടെയും ഏകദേശ ഫലം. ഇതിനകത്ത് ഈ പറയുന്നവർക്ക് ദശാപഹാരകാലം അനുകൂലമായിട്ട് വരികയാണെങ്കിൽ ഈ ദോഷപ്രദമായിട്ട് വന്നിരിക്കുന്ന മീനക്കൂറുകാർക്കോ മിഥുനക്കൂറുകാർക്കോ കന്നിക്കൂറുകാർക്കോ അതൊന്നും വലിയ ക്ലേശപ്രദമായൊരു ദോഷത്തിലേക്ക് കിടക്കുന്നതല്ല. എന്നാൽ ഈ ഏറ്റവും നല്ലതുപോലെ നിൽക്കുന്ന ഇടവക്കൂറുകാർക്ക്, ചിങ്ങക്കൂറുകാർക്ക്, തുലാക്കൂറുകാർക്ക്, ധനുക്കൂറുകാർക്ക്, കുംഭക്കൂറുകാർക്ക് ദശാപഹാരകാലം ഏറ്റവും മോശമായിട്ട് വരികയാണെങ്കിൽ അവർക്ക് ഈ വ്യാഴത്തിൻ്റെ വലിയ മേൽഗതിയൊന്നും ലഭിക്കുന്നതുമല്ല. എന്താ കാരണം? അപ്പുറത്ത് ദശാപഹാരകാലപ്രകാരമുള്ളത് വളരെ മോശമാണ്. വ്യാഴം ചാരവശാല ഏറ്റവും ഉത്തമത്തിലാണ്. അപ്പോൾ അത് ന്യൂട്രലൈസായി പോകത്തുള്ളൂ. അപ്പോൾ അത് ആ ഒരു തത്വം അറിഞ്ഞിട്ട് വേണം നമ്മളിത് എപ്പോഴും നമ്മൾ ചാരവശാലുള്ള ഫലം നമ്മൾ കണ്ടെത്തി നമ്മളതിൻ്റെ ഒരു സാധ്യതയിലേക്ക് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ വരുന്ന 14/5/2025 മുതലുള്ള വ്യാഴമാറ്റത്തിൻ്റെ ഒരു ഏകദേശ പിക്ചർ. ഇതാണ്. ഒന്നുകൂടെ പറഞ്ഞുതരാം. 14/5/2025 മുതൽ 2/6/2026 വരെയുള്ള വ്യാഴത്തിൻ്റെ ഫലമാണ് നമ്മൾ പറഞ്ഞു പോകേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് വ്യാഴം അതിവേഗം സഞ്ചരിച്ച് അഥവാ അതിചാരം സംഭവിച്ചുകൊണ്ട് കർക്കിടകത്തിലേക്ക് വളരെ പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട്. അത് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 14/5/2025 മുതൽ 18/10/2025 വരെയുള്ള സമയമാണ്. അതിചാരം ഭയങ്കര വേഗമായിരിക്കും ആ വ്യാഴത്തിന്. അങ്ങനെ വരുന്നൊരു കാലഘട്ടത്തിൻ്റെ അകത്ത് തന്നെ 20/7/2025 മുതൽ 3/8/2025 വരെയുള്ള സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ വലിയ മഴക്കെടുതികളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. കാരണം കഴിഞ്ഞ കുറേ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ സംഭവിച്ചിട്ടുള്ള വലിയ ജലം കെട്ടി നിൽക്കുന്ന വലിയ പ്രശ്നമുള്ള കാലങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ വ്യാഴത്തിനുള്ള
ഇങ്ങനെ ചില ബന്ധങ്ങളും അതുപോലെ സൂര്യനുമായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 20/7/2025 മുതൽ 3/8/2025 വരെയുള്ള കാലഘട്ടം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ എല്ലാ ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ പരിഹാരം ചെയ്യേണ്ടത് 14/5 മുതൽ 18/10 വരെയുള്ള സമയത്ത് ഉറപ്പായും വ്യാഴം അതിചാരത്ത് സഞ്ചരിക്കുന്ന സമയത്ത് വ്യാഴപ്രീതി അല്ലെങ്കിൽ മഹാവിഷ്ണുപ്രീതി നമ്മൾ ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വ്യാഴമാറ്റത്തെക്കുറിച്ചുള്ള വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് എഴുതണം, ഷെയർ ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ മാർച്ച് മാസത്തിൽ തന്നെ സംഭവിക്കുന്ന ശനിയുടെ രാശിമാറ്റത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിരവധി ആളുകളാണ് ആ വീഡിയോ യൂട്യൂബ് വഴി കണ്ടത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കോളത്തിൽ എഴുതിയിടുന്നതാണ്. നിങ്ങൾ സാധിക്കുമെങ്കിൽ ആ വീഡിയോ ഇവിടെ ഒന്ന് കാണണമെന്ന് എല്ലാവരോടും പറയുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഉത്തര ആസ്ട്രോളജി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അത് ഫോളോ ചെയ്യണമെന്നൊക്കെ നമ്മൾ പ്രത്യേകിച്ച് എല്ലാവരുടെയും പറയുന്നു. കൂടാതെ ഉത്തര ആസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജ് എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് നക്ഷത്ര വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത ദിവസത്തെ വിവരങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരും നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉത്തര ആസ്ട്രോ റിസർച്ച് സെൻറ്റർ എന്ന ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.